ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചിന്നോസ് ഡ്രീം വേൾഡ്. ഇത് ഡേ 2 വ്ളോഗ് ഓഫ് ഡൽഹി ടൂർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ എൻ്റെ ഈ കോലം നോക്കിയിട്ട് നിങ്ങളാരും ഞെട്ടണ്ട. ഞാനിപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകാനുള്ള ധൃതിയിലാണ്. ഇപ്പോൾ പകുതി ഒരുക്കമായിട്ടുള്ളൂ. ബാക്കി പകുതി ഒരുക്കങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ ചെയ്തിട്ട് പിന്നെ വ്ളോഗിൽ വരാം. ഓക്കെ ഗൈസ്, ഡൽഹിയിൽ ബസ്സിനേക്കാളും കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് മെട്രോയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ മെട്രോ പ്രിഫർ ചെയ്തു. ഇത് ഡൽഹി മെട്രോ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. ഇതെൻ്റെ ഫ്രണ്ട് മെഹക്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഞാൻ പഠിച്ചത് വളർന്നത് ഫുൾ ഡൽഹിയിലാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സ്റ്റേഷൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എത്തിയോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണിക്കുക ഡൽഹി മെട്രോയിൽ കേട്ടോ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, കറണ്ട് സ്റ്റേഷൻ ഏതാ എന്നൊക്കെ. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തി. ആ കാണുന്നതാണ് ഗൈസ് ലോട്ടസ് ടെമ്പിൾ. മെട്രോയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സോ അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ലഞ്ച് കഴിച്ചു. ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിരുന്നു. നല്ല ഹെവി ലോഡഡ് സാൻഡ്വിച്ചാണ് ഗൈസ്, നല്ല സൂപ്പർ ടേസ്റ്റിനും. അങ്ങനെ അതൊക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. വാക്കിംഗ് ഡിസ്റ്റൻസാണ്. അതിലേക്ക് കയറാനുള്ള എൻട്രൻസിൻ്റെ തിരക്കാണ് നിങ്ങളൊക്കെ കണ്ട്. ഇത്രയും നമ്മൾ നടന്ന് അവിടെ എത്താണ്ട്, കുറച്ച് ദൂരമൊക്കെ അത്യാവശ്യം നല്ല ദൂരം നടന്ന് എത്താണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 27 പെറ്റൽസ് കൂടി ചേർന്നിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ ലോട്ടസ് ടെമ്പിൾ. ബാക്കി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ ലോട്ടസ് ടെമ്പിൾ ഉള്ളത് ഡൽഹിയിലാണ്. അതിന് നിങ്ങൾ ആദ്യം ഡൽഹിയിൽ വന്നിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് കാൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ പോയി ഇറങ്ങുക. അവിടുന്ന് 10 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അവിടുന്ന് വാക്ക് ചെയ്ത് വന്ന് നമ്മൾ നേരെ ലോട്ടസ് ടെമ്പിളിൽ എത്തും. ലോട്ടസ് ടെമ്പിളിൽ കയറാൻ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. പിന്നെ മൺഡേ ഒഴിവായിരിക്കും. അപ്പം നിങ്ങൾ ലോട്ടസ് ടെമ്പിളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൺഡേ പോവാതിരിക്കുക. നോക്കൂ ഗൈസ്, എന്ത് ഭംഗിയാണ് ഈ കാണാൻ എന്നുള്ള. ഇതിൻ്റെ ചുറ്റും ഫുൾ പുല്ലൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കാര്യം, നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് മാത്രമേ ഈ ലോട്ടസ് ടെമ്പിളിനകത്ത് കയറാൻ പറ്റുള്ളൂ. ആദ്യം ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡ് കൂടെ എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ സമ്മതിക്കാറില്ല. ഞങ്ങൾ അത്യാവശ്യം ചുറ്റി പോകേണ്ടി വന്നു. അപ്പം ഇങ്ങനെ താഴെ കൂടെ പോന്നു. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ പൂള് പോലെ ഉണ്ടാക്കി വെച്ച് അവിടെ കുറച്ച് പിക്സൊക്കെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നടന്നു. അപ്പോൾ നമ്മൾക്ക് അവരൊരു കവർ തന്നു. ചെരുപ്പിട്ടിട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് കവറിൽ നമ്മളുടെ ചെരുപ്പിട്ടു. അത് നമ്മൾ പിടിച്ച് ഇങ്ങനെ നടക്കുന്നു. ഈ സൈഡ് ലോട്ടസ് ടെമ്പിൾ ഉണ്ടാക്കിയതും ഏത് കാലഘട്ടത്തെയാന്നൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണേൽ വായിക്കാം ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് അവിടേക്ക് എത്തുകയാണ്. അവിടെ ആ ക്യൂ കണ്ടോ നിങ്ങൾ, അവിടെ നമ്മൾ എത്തണം. ആ ക്യൂവിൽ നിന്നിട്ട് വേണം നമ്മൾ എന്നിട്ട് പോവാൻ. ഈ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് വേറൊരു സംഭവം എന്താ വെച്ചാൽ, എല്ലാവരും കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുക ഏത് ദൈവത്തിൻ്റെ വിഗ്രഹമായിരിക്കും അവിടെ എന്നാണ്. അവിടെ ഒരു ദൈവത്തിനും വിഗ്രഹമില്ല. അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പോയിൻറ്റ്. നമ്മൾക്ക് കാമായിട്ട് പീസായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അവരത് പറയുന്നുണ്ടായിരുന്നു, ഫോണൊക്കെ ഓഫാക്കി വെക്കണം എന്നുള്ളത്. എന്നാലും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് ലോട്ടസ് ടെമ്പിളിൻ്റെ സെൻറ്റർ പാർട്ടാണ്. ഇങ്ങനെയാണ് കാണാനും മുകളിൽ അപ്പർ വ്യൂ. പിന്നെ ആൾക്കാർ അവിടെ ഇരുന്ന് എന്താ പറയുക, മൈൻഡ് കാമാവാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അവിടുന്ന് ടാറ്റാ ബേബി പറഞ്ഞു പോകാനുള്ള പരിപാടികളാണ്. സോ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചിലവരുടെ വിചാരണം ടെമ്പിൾ എന്ന് പറയുന്നതുകൊണ്ട് ഹിന്ദുസിന് മാത്രമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഏത് റിലീജിയൻ്റെ ആൾക്കാർക്കും വേണേൽ അവിടെ പോയി ഇരിക്കാം. നല്ല പീസ് കാം മൈൻഡായിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. അപ്പോൾ ലോട്ടസ് ടെമ്പിളിനോട് നമ്മൾ വിട പറയാൻ പോവുകയാണ് ഗൈസ്. സോ ഇതാണ് ലോട്ടസ് ടെമ്പിൾ. നമ്മൾ അതിൻ്റെ മുന്നേ ടാറ്റാ ബൈ ബൈ എന്ന് പറയുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്. We'll be meeting in the next vlog. Till then, bye. Signing off with Lotus Temple. Bye.